പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തൃത്വ ഞായറായി ആചരിക്കുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പൗരാണികമായി തൃത്വ ഞായറായിട്ട് ആചരിക്കുന്ന പതിവ് സഭയിലുണ്ടെന്ന് നമുക്കറിയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. എന്നാൽ ട്രിനിറ്റി, തൃത്വം എന്ന പദം വേദപുസ്തകത്തിൽ കാണുന്നില്ല. എങ്കിലും തൃത്താശയങ്ങൾ വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ തൃത്വം എന്ന് പറയുന്നത് ഒരു ഡോക്ട്രിനാണ്, ഒരു സിദ്ധാന്തമാണ്. അതിനാൽ ഡോക്ട്രിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏക ഞായറാഴ്ചയാകുന്നു തൃത്വ ഞായറാഴ്ച. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രവർത്തനങ്ങളെ ഒരുമിച്ച് ചിന്തിക്കുന്ന ഞായറാഴ്ച. ഇന്നത്തെ ചിന്താവിഷയം ട്രിനിറ്റി, കമ്മ്യൂണിറ്റി ഓഫ് ലവ് എന്നുള്ളതാണ്. തൃത്വം, സ്നേഹ സമൂഹം. എന്താണ് തൃത്വം എന്ന് പറയുന്നത്? ഹോളി ട്രിനിറ്റി, പരിശുദ്ധ തൃത്വം. പിതാവ് പൂർണ്ണമായും പുത്രനിലും പരിശുദ്ധാത്മാവിലും, പുത്രൻ പൂർണ്ണമായും പിതാവിലും പരിശുദ്ധാത്മാവിലും, പരിശുദ്ധാത്മാവ് പൂർണ്ണമായി പിതാവിലും പുത്രനിലും ആയിരിക്കുന്ന അതുല്യമായ സ്നേഹ ഐക്യത്തെയാണ് തൃത്വം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ ദൈവത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ് പരിശുദ്ധ തൃത്വം. The Trinity is the personal manifestation of God. പ്രത്യക്ഷമായ ദൈവിക വെളിപ്പെടുത്തലാണ് പരിശുദ്ധ തൃത്വം. മാത്രവുമല്ല, ദൈവം സർവശക്തനാകുന്നത് ത്രിയേക ദൈവം ആയതിനാലാണ്. മുപ്പിരിച്ചരട് അറ്റുപോകയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവശക്തിയെ കുറിക്കുന്നതാണ് തൃത്വം. ആരാണ് ദൈവം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ദൈവം കാരുണ്യവാനാണ്, ദൈവം സ്നേഹവാനാണ്, ദൈവം മഹാദയാലുവാണ്, ദീർഘക്ഷമയുള്ളവനാണ്. ദൈവത്തിൻ്റെ ഈ സ്വഭാവ ശ്രേഷ്ഠത കാലാകാലങ്ങളിൽ ദൈവത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയ നമ്മുടെ അനുഭവങ്ങളാണ്. ദൈവത്തെക്കുറിച്ച് പല മതങ്ങളും പല വീക്ഷണങ്ങളും വെച്ചു പുലർത്തുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ വീക്ഷണം ദൈവം ഒന്നാണ്. ആ ദൈവത്തിൽ മൂന്നാളുകളുണ്ട്: പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, പരിശുദ്ധ തൃത്വം. God exists in three persons: Father, Son and Holy Spirit. All three are co-eternal, co-equal and co-existent. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമന്മാരാണ്, തുല്യരാണ്, നിത്യരാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ദൈവം കാരുണ്യവാനാകുന്നത്? എന്തുകൊണ്ടാണ് ദൈവം സ്നേഹസമ്പൂർണനാകുന്നത്? എന്തുകൊണ്ടാണ് ദൈവം കൃപയുള്ളവനാകുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമയുള്ളവനാകുന്നത്? കാരണം ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ തന്നെ സ്നേഹമുണ്ടായിരുന്നു. 1 യോഹന്നാൻ 4:8 നാം വായിക്കുമ്പോൾ ദൈവം സ്നേഹം തന്നെ എന്നാണ് അവിടെ പറയുന്നത്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹിക്കുന്നവനെന്നോ സ്നേഹം പോലെയാണ് ദൈവം എന്നോ അല്ല അവിടെ പറയുന്നത്.
സ്നേഹമൊരു നാമവിശേഷമായിട്ടല്ല, സ്നേഹം നാമമാണ്. അതുകൊണ്ട് സ്നേഹം എന്ന് പറയുമ്പോൾ അവിടെ കുറഞ്ഞത് രണ്ടു പേരെങ്കിലും കാണും. ഒന്ന്, സ്നേഹിക്കുന്ന ആൾ. രണ്ട്, സ്നേഹിക്കപ്പെടുന്ന ആൾ. രണ്ടു പേരെങ്കിലും ഉണ്ടെങ്കിലേ സ്നേഹത്തിന് പ്രസക്തിയുള്ളൂ. ഒരാൾ സ്വയം സ്നേഹിക്കുന്നതിനെ നാർസിസിസം എന്നാ പറയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം സ്വയസ്നേഹം, സ്വയരതി, ആത്മാരാധന എന്നൊക്കെയാണ്. അത് യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ദൈവത്തിലുള്ള മൂന്ന് ആളത്വങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരടാണ് സ്നേഹമെന്നത് നാം എപ്പോഴും ഓർക്കണം. നമുക്കറിയാം, 3 എന്ന് പറയുന്നത് പൂർണ്ണതയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണ സ്നേഹമാണ്, പെർഫെക്റ്റ് ലവ്. അത് ദൈവം ത്രിയേകനായിരിക്കുന്നത് കൊണ്ടാണ് സാധ്യമാകുന്നത്. ഈ പ്രപഞ്ചം, ഈ സൃഷ്ടി പോലും ത്രിയേക ദൈവത്തിൻ്റെ പ്രതിഫലനമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ഇവിടെ ആദിയിൽ ദൈവം, വചനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ സൃഷ്ടി സാധ്യമാക്കുന്നത്, അതിന് ഈ കയോസ് ആൻഡ് കൺഫ്യൂഷൻ ആയിരുന്ന പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ആ വാക്കുകൊണ്ടാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചത്. അതിന് മുഖാന്തരമായി തീർന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ചുരുക്കി പറഞ്ഞാൽ, പിതാവ് ആസൂത്രണം ചെയ്തു, പുത്രൻ നടപ്പിലാക്കി, പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തി എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. പ്രകൃതിയിൽ തന്നെ തൃത്വദർശനം സാധ്യമാണ്. 1-2 ഉദാഹരണങ്ങൾ. നമ്മൾ സമയത്തെക്കുറിച്ച് പറയാറുണ്ട്. നമ്മൾ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ വർത്തമാനകാലം, ഭാവികാലം, അതുപോലെ ഭൂതകാലം, സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ തൃത്വദർശനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ വ്യാപ്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നീളം, വീതി, ആഴം, അത് മൂന്നൂടെ ചേരുമ്പോഴാണ് വ്യാപ്തി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ ഓരോന്നും അപഗ്രഥിച്ചാൽ ഈ തൃത്വദർശനം ഈ പ്രപഞ്ചത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നാം മടങ്ങി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഇവിടെ നാം, നമ്മുടെ എന്ന് പറയുമ്പോൾ ഒരാളല്ല, 3 പേരാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു വ്യക്തിയായിട്ടല്ല. 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരു കുടുംബമായി സൃഷ്ടിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ദൈവത്തിൽ തന്നെ പിതൃത്വവും പുത്രത്വവുമുണ്ട്. ഈ പിതാവിനെയും പുത്രനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യൻ ഭൂതലത്തിലെല്ലാം ചിതറിപ്പോകാതിരിക്കാൻ വേണ്ടി അവർക്കൊരു പട്ടണമുണ്ടാക്കി, ബാബേൽ ഗോപുരം പണിതു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായിരുന്നു അത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് 11-ാം അധ്യായം 7-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളയുക. വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളയുക. ഒരാളായിരുന്നു എങ്കിൽ അവിടെ ഏകവചനം ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇവിടെ പറയുന്നത്, വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ
കലക്കിക്കളക. അതുകൊണ്ട് 3 പേരെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട 1-ാം പാഠഭാഗത്തിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുകയാണ്. കൂടാരത്തിൻ്റെ വാതിക്കൽ ഇരിക്കുന്ന അബ്രഹാം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന 3 പേരെ താന് കാണുകയാണ്. നിലം വരെ കുനിഞ്ഞ് അവരെ നമസ്കരിച്ചു. മുമ്പ് കണ്ടിട്ടില്ല ഇവരെ. ഇവർ 3 അപരിചിതരാണ്, സ്ട്രേഞ്ചേഴ്സാണ്. പക്ഷേ അബ്രഹാം അവരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ കാൽ കഴുകട്ടെ, വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം എന്ന് അബ്രഹാം അവരോട് പറയുകയാണ്. അവിടെ ഒരാളെ അല്ല, 3 പേരെ നാം കാണുകയാണ്. വേദപുസ്തകത്തിൽ ഉടനീളം പരദേശിയോടും അനാഥനോടും വിധവയോടുമുള്ള മനോഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നാം എങ്ങനെ പരദേശിയോട് അനുവർത്തിക്കണം, എങ്ങനെ വിധവയെ കരുതണം, എങ്ങനെ അനാഥനെ ചേർത്തുകൊള്ളണം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പാഠം കരുണയുടെ പാഠമാണ്, സ്നേഹത്തിൻ്റെ പാഠമാണ്. ഇവിടെ അബ്രഹാം ബന്ധപ്പെട്ട് ചെന്ന് ഏറ്റവും മുന്തിയ ഇനത്തിലുള്ള ഒരു ഭക്ഷണമാണ്, ഒരാഹാരമാണ് പാചകം ചെയ്ത് ഈ അപരിചിതരുടെ മുമ്പിൽ അവരെ സൽക്കരിക്കുന്നത് എന്ന് നമുക്കറിയാം. സൽക്കാരത്തിന് ലഭിച്ച പ്രതിഫലം വാഗ്ദത്ത സന്തതി ജനിക്കും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തിയാണ്. സാറായിക്ക് ഒരു മകനുണ്ടാകും എന്നുള്ളതാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ച അന്നു മുതൽ അബ്രഹാമിനോട് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നാണ്. കടൽക്കരയിലെ മണൽ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അബ്രഹാം ഒരു പൊട്ടനല്ലേ എന്ന്. അബ്രഹാം വാർദ്ധക്യത്തിലായി, സാറ വാർദ്ധക്യത്തിലായി, എങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്തം നിവർത്തിക്കുമെന്നുള്ള വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. ഈ വാഗ്ദത്ത നിവർത്തിക്കു വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് എന്നത് നാം ഓർത്തിരിക്കണം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ തൃത്വത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിൻ്റെ തിരുജനനത്തിൽ ഈ വിശുദ്ധ തൃത്വത്തെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. മറിയയ്ക്ക് ലഭിക്കുന്ന അരുളപ്പാട്, പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് മറിയയ്ക്ക് ലഭിക്കുന്നത്, അങ്ങനെ വിശുദ്ധ പ്രജ ഈ ലോകത്തിൽ ഭൂജാതം ചെയ്യുന്നത് ആ ജഡാവതാരത്തിലും ക്രിസ്തുവിൻ്റെ തിരുജനനത്തിലും ഈ 3 പേരുടെ പ്രവർത്തനം അല്ലെങ്കിൽ തൃത്വത്തിൻ്റെ പ്രവർത്തനം അവിടെ ദൃശ്യമാണ്. അതുപോലെ ഇന്നത്തെ സുവിശേഷ പാഠഭാഗത്ത് പ്രധാനമായി നാം ഓർക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നാനമാണ്. യോഹന്നാനാൽ കർത്താവ് സ്നാനമേറ്റു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ ആവസിക്കുന്നതും യേശു കർത്താവ് കണ്ടു. സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അവിടെയും വിശുദ്ധ തൃത്വത്തിൻ്റെ ഇടപെടലാണ് നാം കാണുന്നത്. പുത്രനിലേക്ക് പറന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവും പുത്രനെ അംഗീകരിക്കുന്ന സ്വർഗത്തിൻ്റെ അംഗീകാര വചനവും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇനിയും സുവിശേഷത്തിൻ്റെ അവസാന അന്ത്യനാളുകളിലേക്ക് വരുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ അറിയപ്പെടുന്നത് ഗ്രേറ്റ് കമ്മീഷൻ എന്ന മഹാനിയോഗം. അവിടെ എന്താ? കർത്താവ് അടുത്ത് എന്ന് അവരോട് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനുള്ള നിയോഗമാണ് ശിഷ്യർക്ക് ഇവിടെ നൽകപ്പെടുന്നത്. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലുള്ള സ്നാനം. അപ്പോസ്തലന്മാരുടെ നിയോഗവും ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലേഖന പാഠഭാഗത്ത് കൊരിന്ത്യ ലേഖനം നാം വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 13-ാം അധ്യായം 5 മുതൽ
14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ആശീർവാദമാണ്, ബെനഡിക്ഷനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുന്നത്, അത് കുടുംബ പ്രാർത്ഥനയായാലും പള്ളിയിലെ പ്രാർത്ഥനയായാലും കൂട്ടായ്മ യോഗമായാലും എവിടെയും ഈ ത്രിയേക ദൈവത്തിലുള്ള ആശീർവാദത്തോടു കൂടെ ആണ്. ദൈവകൃപയാൽ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും കൃപയുള്ളവരായിട്ട് തീരണം. പരസ്പരം സ്നേഹിക്കുന്നവരാകണം. അന്യോന്യം കൂട്ടായ്മ അനുഭവിക്കുന്നവരുമാകണം എന്നതാണ് ഈ ആശംസ വചനം. എന്ന് പറഞ്ഞാൽ നാം കൃപയുള്ളവരും കൃപ പകരുന്നവരുമായിരിക്കണം. നാം സ്നേഹമുള്ളവരും സ്നേഹം പകരുന്നവരുമായിരിക്കണം. വൈവിധ്യങ്ങളുടെ മധ്യത്തിൽ കൂട്ടായ്മയുള്ളവരും കൂട്ടായ്മ പങ്കുവയ്ക്കുന്നവരും ആകണം. നാം കൃപയുള്ളവരാകണം, കൃപ പകരുന്നവരാകണം. നാം സ്നേഹമുള്ളവരാകണം, സ്നേഹം പകരുന്നവരാകണം. വൈവിധ്യങ്ങളുടെ മധ്യത്തിൽ കൂട്ടായ്മയുള്ളവരും കൂട്ടായ്മ പങ്കുവെക്കുന്നവരും ആയിരിക്കണം. മാത്രവുമല്ല, ഇഹലോക ജീവിതത്തിൽ കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകും. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. ഞാനും പിതാവും ഒന്നാം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ കുടുംബജീവിതത്തിൽ എങ്ങനെ അനുഭവമാക്കാനായിട്ട് സാധിക്കും? കർത്താവ് പറയാൻ, ഞാനും പിതാവും ഒന്നാം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന്. നമ്മുടെ കുടുംബജീവിതത്തിൽ ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് ചോദിച്ചാൽ, ഭാര്യയിൽ ഭർത്താവിനെ കാണാൻ കഴിയണം, ഭർത്താവിൽ ഭാര്യയെ കാണാൻ കഴിയണം, മക്കളിൽ മാതാപിതാക്കളെ കാണാൻ കഴിയണം. ഞാൻ ഒന്നുകൂടെ പറയാം. ഭാര്യയിൽ ഭർത്താവിനെ കാണാൻ കഴിയണം, ഭർത്താവിൽ ഭാര്യയെ കാണാൻ കഴിയണം, മക്കളിൽ മാതാപിതാക്കളെ കാണാൻ കഴിയണം. ഒരാളെ മറ്റൊരാൾ പൂർണ്ണമാക്കുകയാണ്. അതുതന്നെയാണ് വിശുദ്ധ തൃത്വത്തിലും സംഭവിക്കുന്നത്. ഒരാൾ മറ്റൊരാളെ പൂർണ്ണമാക്കുകയാണ്. ശിഷ്യർക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരുന്നു. യേശു അവരോട് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല, ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നിങ്ങൾക്ക് സകലതും വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിതാവും ദൈവമാണ്, പുത്രനും ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്. ഈ മൂന്നും എങ്ങനെ ഒന്നാകും എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഒരു കീറാമുട്ടിയായി സങ്കല്പിക്കുന്നത്. അങ്ങനെ ഒരു കീറാമുട്ടിയൊന്നുമല്ല ഇത്. ദൈവം അനാദിയാണ്, അനന്തമാണ്. അതുപോലെ പുത്രനും അനന്തമാണ്, പരിശുദ്ധാത്മാവും അനന്തമാണ്. അനന്തമായത് കൂട്ടിയാലും കുറച്ചാലും ഒന്ന് തന്നെയായിരിക്കും. 1 × 1 × 1 × 1 എത്ര നമ്മൾ ഗുണിച്ചാലും അവസാനം കിട്ടുന്ന ഫലം ഒന്ന് തന്നെ ആയിരിക്കുമെന്നത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഒരുപക്ഷെ ഇത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കാൻ പ്രയാസമുള്ളതാകാം. എന്നാൽ നമുക്ക് വിശ്വാസത്തിൽ ഏറ്റുപറയാനായിട്ട് സാധിക്കും. ഇന്നും നമ്മൾ നിക്യ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസത്തെ ഞാനും നിങ്ങളും ഇന്നും ഏറ്റുചൊല്ലി. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. അവിടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടത്. ഇതാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും ദൈവത്തിൽ ഒന്നാകണം. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടിയും ദൈവത്തിൽ ഒന്നായി ചേരണം. അതാ നമ്മെക്കുറിച്ച് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ സകല സൃഷ്ടിയും പരിപൂർണ ഐക്യത്തിൽ പ്രവേശിക്കുക എന്നതാണ്
ദൈവത്തിൻ്റെ താല്പര്യം, ദൈവത്തിൻ്റെ ഹിതം. അതുകൊണ്ട് ആർക്കാണ് ദൈവത്തെ കാണുവാൻ കഴിയുന്നത്? ആർക്കാണ് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? 1 യോഹന്നാൻ 4-ാം അധ്യായം 20-21 വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഈ ലോകത്തിൽ കാണുന്ന സഹോദരനെ സ്നേഹിപ്പാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കുന്നു. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. ഈ ദൈവത്തെ നമുക്ക് വെളിപ്പെടുന്നത് നാം സഹോദരനെ സ്നേഹിക്കുമ്പോഴാണ്. നാം സഹോദരനെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ അന്യോന്യം ഐക്യപ്പെടുവാൻ, സ്നേഹ കൂട്ടായ്മയായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നമുക്കും പരസ്പരം സ്നേഹത്തിൽ ഐക്യപ്പെടാം, ഒരുമനപ്പെടാം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും സാധ്യമാക്കി തീർക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.